നമസ്കാരം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ബ്രാൻഡ് ഒപ്റ്റിക്സിൻ്റെ പിക്സൽ ബുക്സ് എന്ന ഇ റീഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ സോഫ്റ്റ് ലോഞ്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനെ തുടർന്ന് ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ റീഡിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പാനൽ ചർച്ചയുമാണ്. അതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ പി ജെ രാജശേഖരൻ, ശ്രീ വിജയ് ജെയിംസ്, ശ്രീ ബി ശ്രീറാം എന്നിവരെ ബ്രാൻഡ് ഒപ്റ്റിക്സിനും പിക്സൽ ബുക്സിനും വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഓക്കെ, ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഇ റീഡിംഗ്, അതായത് പബ്ലിഷേഴ്സിനെയും പ്രസാധകരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥികളെയും മറ്റ് റീറ്റെയിൽ യൂസേഴ്സിനെയും വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പിക്സൽ ബുക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അത് വെബ് ആപ്ലിക്കേഷനായിട്ടും മൊബൈൽ ആപ്ലിക്കേഷനായിട്ടും അവൈലബിൾ ആണ്. ഭാവി എന്ന് പറയുന്നത് ഒരു ഇ റീഡിംഗ്, ഡിജിറ്റൽ റീഡിങ്ങിലേക്ക് ആയിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ മലയാളത്തിലെ ആദ്യത്തെ ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമാണ് പിക്സൽ ബുക്സ്. നമ്മുടെ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ സ്പീക്കർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോമിൻ്റെ, അതായത് ഈ ഇ ബുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വായനയുടെ ഭാവി എന്താകും എന്നുള്ളതാണ്. വായനയുടെ ഭാവി എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഭാവി എന്തായിരിക്കും? പുസ്തകം ഒരു ഫിസിക്കൽ വസ്തുവായിട്ട്, ഒരു ഭൗതിക വസ്തുവായി നിലനിൽക്കുമോ എന്നുള്ളത് വലിയ ആശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ പത്രങ്ങളുടെ പോക്ക് കണ്ടാൽ നമുക്കറിയാം. പത്രങ്ങൾ അതിവേഗം ഇ പേപ്പറുകളായി മാറുകയാണ്. കേരളത്തിലെ ലോകത്ത് പല രാജ്യങ്ങളിലും 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം ഇവിടെ ഇപ്പോൾ സംഭവിക്കുകയാണ്. നമ്മുടെ ന്യൂസ് പേപ്പറുകളുടെ സർക്കുലേഷൻ വ്യാപകമായി കുറഞ്ഞു വരുന്നു. പുതിയ തലമുറക്കാർ മുഴുവൻ ഇ റീഡിങ്ങിലേക്ക് മാറുന്നു. പുസ്തകവും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പുസ്തകം എന്ന് പറഞ്ഞാൽ അച്ചടിച്ച കടലാസിൽ അച്ചടിച്ച വസ്തു അപ്രത്യക്ഷമാകും എന്നല്ല, നിലവിലുള്ള അതിൻ്റെ രൂപത്തിൽ നിന്ന് അതിൻ്റെ ഉപയോഗം അച്ചടിച്ച കടലാസിൽ നിന്ന് ഈ രൂപത്തിലേക്ക് മാറുകയാണ്. ഈ ബുക്കിൻ്റെ കാലമാണ് ഭാവി, അതായത് പുസ്തകത്തിൻ്റെ ഭാവി ഈ ബുക്കിൻ്റേതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയവരുണ്ട്. അത് കുറച്ച് പേര് ഇതൊക്കെ ശരിയാവുമോ? പുസ്തകം വായിക്കുമ്പോൾ മണം വരും, അതിനകത്ത് വരയ്ക്കാം, പിടിക്കാം എന്നൊക്കെ ഇങ്ങനെ നൊസ്റ്റാൾജിയ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ബുക്കിലും സാധ്യമാണ്. കാരണം ഒരു ഇ ബുക്ക് റീഡർ എന്നുള്ള നിലയിൽ. എന്നാൽ അച്ചടിച്ച പുസ്തകത്തോടും അച്ചടിച്ച കടലാസിനോടും അങ്ങേയറ്റം ഗ്രഹാതുരത്വവും ആരാധനയും ഒരുതരം അനുരാഗവും ഉള്ള ആളാണ് ഞാൻ. എന്നാൽ ഇ ബുക്ക് എൻ്റെ ശത്രുവല്ല. ഞാൻ ഇ ബുക്ക് വായനക്കാരനാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം അതെനിക്ക് നൽകുന്ന സൗകര്യങ്ങൾ. ഒന്നാമത് ഇ ബുക്ക് എന്താണ് ചെയ്യുന്നത്? ഇ ബുക്ക് നമ്മുടെ ഫിസിക്കൽ പുസ്തകം നിറഞ്ഞ ആശയത്തെ റീഫാഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ കടലാസും കമ്പ്യൂട്ടറും തമ്മിലുള്ളൊരു മത്സരമല്ല ഇത്. നമ്മളൊരു വെബ് പേജ് വായിക്കുന്നത് പോലെയല്ല ഇ ബുക്ക് വായിക്കുക. ഫിസിക്കലായ പുസ്തകത്തെ റീമീഡിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീഇമാജിൻ ചെയ്യുകയോ റീഫാഷൻ ചെയ്യുകയോ ആണ് യഥാർത്ഥത്തിൽ ഇ ബുക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ അതിൻ്റെ പുതിയ പുതിയ ഇന്നോവേഷൻസിലൂടെ അത് പ്രത്യേകിച്ചും അഗ്രിഗേറ്റഡ് ആയ പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്ന ഒരൊറ്റ സവിശേഷത ശ്രദ്ധിച്ചത്, ഒന്ന്, ഇതിൻ്റെ ഭാരക്കുറവ്. ഒരു ചെറിയ ഡിവൈസിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഇ ബുക്കുകളുടെ ഭീമമായ എണ്ണം, 100 കണക്കിന് പുസ്തകം നമുക്ക് സൂക്ഷിക്കാം. 2, ഇ ബുക്ക് ഫിസിക്കൽ ബുക്കിനെ അനുകരിക്കുന്നത് കൊണ്ട്, അതായത് കോഡെക്സിൻ്റെ രൂപത്തെ, കടലാസിൽ അച്ചടിച്ച പുസ്തകത്തിൻ്റെ രൂപത്തെ അനുകരിക്കുന്നതുകയും അതിനെ അതേപടി പിന്തുടരുകയും ചെയ്യുന്നതുകൊണ്ട് അടിവരയിടാം, മാർജിനിൽ നോട്ടിടാം, നമുക്ക് എന്തു വേണമോ അത് ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, ടെക്സ്റ്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത. ഹൈപ്പർ ടെക്സ്റ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ അച്ചടിച്ച പുസ്തകത്തിന് ഹൈപ്പർ ടെക്സ്റ്റ് ആക്കാൻ പറ്റില്ല. നമ്മളൊരു ഈ ടെക്സ്റ്റ് ഈ പ്ലാറ്റ്ഫോമിൽ ഹൈപ്പർ ടെക്സ്റ്റായി മാറുന്നതോടുകൂടിയുള്ള ഏറ്റവും വലിയ പ്രത്യേകത അത് സെർച്ചബിളായിത്തീരുന്നു. 1000 ലക്ഷക്കണക്കിന് വാക്കുകളുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുന്ന കാര്യം ഒരൊറ്റ കീവേഡിലൂടെ സെർച്ച് ചെയ്യാൻ കഴിയുന്നതോടുകൂടി ഈ ഹൈപ്പർ ടെക്സ്റ്റ് സംവിധാനം ഒരൊറ്റ വായനയിൽ തന്നെ ദ ഹോൾ ടെക്സ്റ്റിനെയും മുഴുവൻ പുസ്തകത്തെയും നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുതരുന്നു. അച്ചടിച്ച പുസ്തകത്തിലാണെങ്കിൽ, കടലാസിലെ പുസ്തകത്തിൽ ഇത് നമ്മൾ ഇൻഡെക്സ് നോക്കി അതത് പേജുകളിൽ ഇങ്ങനെ മറിച്ച് മറിച്ച് പോകേണ്ടി വരും. ഈ സാധ്യതകൾ, അനന്തങ്ങളായ സാധ്യതകൾ തരും. ഇതിന് പുറമേ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ ബുക്കിൻ്റേത്, ഈ ബുക്ക് ഒരു ഡിവൈസ് മാത്രമല്ല, അതൊരു സ്റ്റാൻഡ് അലോൺ ടെക്നോളജി അല്ല, മറിച്ച് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്.
അങ്ങനെയല്ലേ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനെറ്റുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നതോടുകൂടി ഈ ബുക്കിലൂടെ നമ്മൾ ഈ പുസ്തകത്തിന് പുറത്തുള്ള വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഒരു വലിയ ലോകവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പം തന്നെ നമ്മളൊരു ഡൗൺലോഡഡ് ജനതയാണ്, ഒരു ഡൗൺലോഡഡ് ജനറേഷനാണ് നമ്മൾ. ഈ ഡൗൺലോഡഡ് ജനറേഷൻ നമ്മൾ റീലോഡഡ് കൂടിയാകുന്നു എന്നുള്ളതാണ് ഈ അഗ്രഗേറ്റഡ് പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻ്റർനെറ്റ് വെബുമായി ഇതിനെ കണക്ട് ചെയ്യുന്നതോടുകൂടി ഒരു ബുക്കിൽ നിന്ന് നമ്മൾ റീലോഡ് ചെയ്യപ്പെടുന്നു. അതായത് ഇൻ്റർനെറ്റിൽ ലഭ്യമായ വിജ്ഞാനത്തിൻ്റെ അനന്തതയിലേക്ക് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ബുക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ സാഹിത്യത്തിന്, നമ്മുടെ വിജ്ഞാനത്തിന്, നമ്മുടെ പാഠപുസ്തകങ്ങൾക്ക് ഒക്കെയും ഇനിയുള്ള ഭാവി ബുക്കിൻ്റേതാണ്. ഞാൻ അച്ചടിച്ച പുസ്തകം അവസാനിക്കുമെന്നോ കടലാസ് ഇനി ലോകത്തുണ്ടാവുകയില്ലെന്നോ തുടങ്ങിയ മാരകങ്ങളായ പ്രവചനങ്ങളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇനി കേരളത്തിലെ എല്ലാ പബ്ലിഷേഴ്സിനും, ഇപ്പം തന്നെ മേജർ പബ്ലിഷേഴ്സ് എല്ലാം ബുക്ക് ചെയ്യുന്നുണ്ട്. എഴുത്തുകാരെന്നുള്ള ജെയിംസിനൊക്കെ അറിയാം. നമ്മുടെ കോൺട്രാക്റ്റ് ഒപ്പിടുമ്പോൾ അതിനകത്ത് ആയിരക്കണക്കിന് ക്ലോസസിൻ്റെ ഇടയിൽ കൂടി 7 പോയിൻറ്റിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബുക്കാനുള്ള അവകാശം, സിനിമയാക്കാനുള്ള അവകാശം, ഓഡിയോ ബുക്ക് ആവാനുള്ള അവകാശം, ഇതൊക്കെയുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഈ പുതിയ പ്ലാറ്റ്ഫോം വരുന്നത്. ഞാനിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ. ഇനി 2 പേര് കൂടി സംസാരിക്കാനുണ്ട്. പ്രശസ്തനായ നോവലിസ്റ്റ് ജെയിംസ് ഉണ്ട്, ലൈബ്രറിയനായ ശ്രീറാമുണ്ട്. ഒരു ലൈബ്രറി സയൻറ്റിസ്റ്റിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് ബുക്കിനെയും റീഡിങ്ങിനെയും കുറിച്ച്. കാരണം നമ്മളെല്ലാവരും വായനയുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചേ പറ്റൂ. നമ്മളോടുകൂടി ലോകം അവസാനിക്കുന്നില്ല എന്നും ഭാവിയിലേക്ക് നോക്കലാണ് ഒരു ജനതയുടെ ലക്ഷണമെന്ന് നാം അറിയണമെങ്കിൽ നാം ബുക്കുകൾ വായിച്ചേ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബുക്ക് പുസ്തകത്തെ തള്ളിക്കളയുകയല്ല, മറിച്ച് പുസ്തകത്തെ പുതിയ രൂപത്തിൽ പുനർഭാവനം ചെയ്യുന്ന ഒന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ജെയിംസ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ജെയിംസിനെ ക്ഷണിക്കുകയാണ്. നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു എൻജിനീയർ എന്നുള്ള നിലയിൽ കൂടി ജെയിംസിന് ഇതിനെക്കുറിച്ച് പലതും പറയാൻ കാണുന്നതാണ് എൻ്റെ വിചാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഇതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ നൽകട്ടെ. എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇതിൻ്റെ പേരാണ്, പിക്സൽ ബുക്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് നൽകാവുന്ന ഏറ്റവും ഇതിനൊക്കെ നല്ലൊരു പേര് ഇല്ല. കാരണം നമുക്കറിയാം ഏതൊരു ഡിജിറ്റലായിട്ടുള്ള ഇപ്പോൾ ടെക്സ്റ്റിനെ ആയാലും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇമേജിനെ ആയാലും ഏതൊരു ഡിജിറ്റൽ മീഡിയത്തെ ആണെങ്കിലും നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൻ്റെ ആ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് പിക്സൽ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളൊരു എന്നുള്ള ഒരു ലെറ്റർ നമ്മളൊരു ഡിസ്പ്ലേയിൽ കണ്ടിട്ട് നമ്മളതിനെ ഒന്ന് മാഗ്നിഫൈ ചെയ്ത് നോക്കുക. നമ്മൾ കാണുന്ന ആണെങ്കിലും മാഗ്നിഫൈ ചെയ്തുമ്പോൾ അവസാനം നമ്മൾ കാണുന്നത് എന്താ? കുറേ സ്ക്വയർ ഡോട്ട്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി ഈ സ്ക്വയർ ഡോട്ട്സ് ആണ് ഈ ഡിജിറ്റൽ വേൾഡിനെ തീരുമാനിക്കുന്നത്. എനിക്ക് ആദരണീയനായ സ്പീക്കർ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അനയിക്കാം. അത് കഴിഞ്ഞിട്ട് പോരെ? അപ്പോൾ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം ഞാൻ തുടർന്ന് സംസാരിക്കാം. നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Publishers struggle with distribution. Institutes drown in scattered PDFs. Students can't find the books they need. There's a better way. Pixelbooks connects all 3 on one secure platform. Publishers, set up your catalog in minutes and reach students directly. No middlemen, no hassle. Institutes, build your digital library once, and every student gets instant access to exactly what they need. Everything syncs across devices. But here's what changes everything. Publishers finally see what gets read. Institutes track what gets finished, and both get real data for smarter decisions. One platform, 2 wins, simpler publishing, sharper learning. Pixelbooks. ബഹുമാന്യരെ, പിക്സൽ ബുക്സിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ റീഡിങ്ങിനെ കുറിച്ചുള്ളൊരു ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. പ്രിൻ്റ് മീഡിയ എത്ര കാലം അവശേഷിക്കും എന്ന ചോദ്യം
നിലനിൽക്കുന്നൊരു കാലമാണ്. അതുമാത്രമല്ല, ഡിജിറ്റൽ റീഡിംഗ് എന്ന് പറയുമ്പം നമ്മുടെ മൊബൈൽ ഫോണിലോ ടാബിലോ മറ്റും സെറ്റ് ചെയ്താൽ പിന്നെ പുസ്തകങ്ങൾ കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഏതാണ്ട് ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്യൂർലി ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാകും എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും പിക്സൽ ബുക്സ് അതിനൊരു ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ പിക്സൽ ബുക്സ് എന്ന ആ പേര് കൊടുത്തതിൻ്റെ ആ പ്രസക്തിയെക്കുറിച്ചാണ്. കാരണം പിക്സൽ അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് അതിൻ്റെ കൂടെ ബുക്സ് എന്നുകൂടി വരുമ്പോൾ, ബുക്സ് നമുക്കറിയാം നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ വിജ്ഞാനങ്ങൾ, നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഇതാണ്. ചുരുക്കി പറഞ്ഞ ഒരു പാരമ്പര്യത്തെ പുതിയ ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മളെ ഒരു പുനർജന്മം നടത്തുന്ന ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ ബുക്സ് എന്ന് പറയുന്ന കാര്യം. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അന്ന് ഈ ഡിജിറ്റൽ മീഡിയ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബുക്സ് തന്നെയാണ് നമ്മളന്ന് കൈകാര്യം ചെയ്യുന്നത്. ബുക്സ് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഒരു വായനയുടേതായ ഒരു പ്രതീതി നമുക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കാലം കടന്നു പോകുമ്പോൾ എൻ്റെയൊക്കെ ഇപ്പം ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അന്നത്തെ കാലത്ത്. ഈ പ്രോഗ്രാമിംഗ് എന്തോ കുറച്ചൊക്കെ വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ. അപ്പോൾ പിന്നീട് ഒരു കാലത്താണ് കമ്പ്യൂട്ടറുമായിട്ട് നേരിട്ട് ഇടപെടേണ്ടി വരുന്നത്. പിന്നെ ലാപ്ടോപ്പ്, ടാബ്, അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ തുടങ്ങിയവയിലേക്കൊക്കെ ഇടപെടേണ്ടി വരുമ്പോൾ ഡിജിറ്റൽ വേൾഡ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. പുതിയൊരു സാക്ഷരത, പഴയത് കൂടാതെ പുതിയൊരു സാക്ഷരതയിലൂടെ കടന്നു വരും. അപ്പോൾ എന്നെയും രാജശേഖരനെയും അതുപോലെയുള്ളവരൊക്കെ ഞങ്ങൾ ആ പഴയ സാക്ഷരതയിൽ നിന്ന് പുതിയൊരു സാക്ഷരതയിലേക്ക് കടന്നു വന്ന് പണ്ടത്തെ ബുക്ക് വായിച്ചിരുന്ന ഒരു പുതിയ ബുക്ക്, ഡിജിറ്റൽ ബുക്സ് കൂടി വായിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ എഴുത്തും അതുപോലെ തന്നെ. അന്ന് പേനയും കടലാസും ഉപയോഗിച്ച് എഴുതിയിരുന്നു. ഇപ്പം ഈ ഡിജിറ്റൽ എഴുത്തൊക്കെ വന്നപ്പോൾ നമുക്ക് ഒട്ടും സുഖം തോന്നുന്നില്ല. അയ്യോ, എങ്ങനെ എഴുതും, എന്തൊക്കെയാ പേന ഇല്ലെങ്കിൽ എൻ്റെ പേനത്തുമ്പിലൂടെ അല്ലാതെ എഴുത്ത് വരില്ല എന്നുള്ളൊരു തോന്നലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പേന ചിലപ്പോൾ ഉപയോഗിക്കുകയേ ഉണ്ടാവില്ല. നമുക്ക് ഓഡിയോയിലൂടെ പോലും നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഇത് വളർന്ന് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റിസർച്ച് അടുത്ത കാലത്ത് നടത്തി UK-യിലും അതുപോലെ ജർമ്മനിയിലുമൊക്കെ ഈ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നവരെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തി അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടത് 23-24 റിസൾട്ടാണ് കണ്ടത്. ഏതാണ്ട് ഒരു 25% ഡിജിറ്റൽ മാത്രം യൂസ് ചെയ്യുന്നവരാണ്. പ്രധാനമായിട്ട് ജെൻസി ആ തലമുറ, ഒരു 19 മുതലല്ലേ 28-29 വരെയുള്ള ആ തലമുറ ഡിജിറ്റൽ മാത്രം യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു 50% ഡിജിറ്റലും പഴയ ആ മെത്തേഡിലും ഉപയോഗിക്കുന്നവരുണ്ട്. ബാക്കിയുള്ള ഒരു പുസ്തകം മാത്രം, അതല്ലാതെ അവർക്ക് ഉപയോഗിക്കാനാവാതെ വരുന്ന വേറെ ഒരു ഇതുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനി വരും കാലത്തിൽ ഈ പെർസെൻറ്റേജ് കൂടും. 25 എന്നുള്ളത് കൂടിയേ പോകത്തുള്ളൂ. കാരണം ഇനി വരുന്ന തലമുറയുടെ സാക്ഷരത എന്ന് പറയുന്നത് ഡിജിറ്റൽ സാക്ഷരതയാണ്. അവർ നേരിട്ട് ഈ വിർച്വൽ മീഡിയയിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇനി വരും കാലത്ത് ഡിജിറ്റൽ ബുക്സ് തന്നെയായിരിക്കും ഒരു ആശ്രയം. പ്രത്യേകിച്ചും ഈ അക്കാദമിക രംഗത്ത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ശ്രദ്ധിക്കാൻ പോകുന്ന ഒന്ന് അക്കാദമിക രംഗമാണ്. അപ്പോൾ ആ അക്കാദമിക രംഗത്ത് തന്നെ അക്കാഡമിക് ബുക്സിനെ ഇന്നിപ്പോൾ അഡാപ്റ്റീവ് ടീച്ചിങ് എന്നുള്ള രീതിയിലാണ്, നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. അതായത് ഒരു കുട്ടി ഒരു അക്കാഡമിക് ബുക്ക് റെഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇത് റെഫർ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ ഈ കുട്ടി ഈ പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആ കുട്ടിക്ക് എത്ര ജ്ഞാനമുണ്ട്, ഏത് ലെവലിലാണ് അത് നിൽക്കുന്നത് എന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് അതിനനുസരിച്ച് ലൈവായിട്ട് ഇവർ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തെ ലൈവായിട്ട് തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു ക്ലോസ് ലൂപ്പ് മെക്കാനിസം. എനിക്കൊന്ന് ഇനിയൊരു ഫ്യൂച്ചറിൽ നിങ്ങളിൽ ഇപ്പോൾ അത് വന്നിട്ടുണ്ടാവില്ല പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇപ്പം ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് സാധാരണ പുസ്തകങ്ങളിൽ വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ MBBS പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഹാർട്ടിനെ കുറിച്ചുള്ള ഒരു പഠനം വായിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചില ക്രോസ് സെക്ഷൻസ് കൊടുത്തിട്ട് ഹാർട്ടിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വിസ്തരിച്ച് പോവുകയായിരിക്കും. പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ടെക്സ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് വീഡിയോകൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് എംബഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓഡിയോകൾ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ റിയൽ ടൈമിന് ആ ഹാർട്ടിനെ അവർക്ക് കണ്ടിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ മോളിക്കുലർ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ലിങ്കിലൂടെ കറക്റ്റായിട്ട് ആ മോളിക്കുലർ സ്ട്രക്ചർ എന്താണെന്ന് അവർക്ക് കാണാനും അത് ഗ്രഹിക്കാനും സാധിക്കുന്ന വിധത്തിൽ
അതായത് ഈ നോളജിനെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, റിസീവ് ചെയ്യാനുള്ള ഒരു അവസരം ഈ ഡിജിറ്റൽ മീഡിയ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. ഇനിയുള്ള കാലത്തും അത് എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ടീം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇതിനെ സമീപിക്കുമ്പോൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതുകൂടാതെ പെൻഗ്വിൻ ബുക്സ് ഒരു 5 എണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും ഇറക്കിയിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ് അവർ പെൻഗ്വിൻ റാൻഡ് ഹൗസ് ഈ പുസ്തകം ഇറക്കുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്കയിലോ അല്ലെങ്കിൽ UK ഉള്ളവർക്ക് ഇതിൻ്റെ ഹാർഡ് കോപ്പികൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ഇല്ല. കാരണം അത് വാങ്ങിച്ച് അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോവുകയോ അത് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റും. പക്ഷേ അമേരിക്കയിൽ നിന്ന് എനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്, UK നിന്ന് എനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ വെച്ചു, ഇപ്പോൾ ആൻറ്റി ക്ലോക്കിൻ്റെ ഇംഗ്ലീഷ് വായിച്ച, അല്ലെങ്കിൽ ബുക്ക് ഓഫ് എക്സോഡസ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് അവർ വായിച്ചതിന് ശേഷം അതിൻ്റെ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്ലാറ്റ്ഫോം ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എത്ര കണ്ട് ശക്തമാണെന്നും ഗ്ലോബലി എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വായന മാത്രമല്ല കേട്ടോ, വെറും വായനയെന്നല്ല, ഇന്നിപ്പോൾ അത് വായനയല്ല, എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അറിവായിട്ട് അത് മാറുകയാണ്. പക്ഷേ അവിടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഉള്ള ഒരു കൺസേൺ നിങ്ങളോട് ഒരുപക്ഷെ എനിക്ക് പങ്കിടാമെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ സേഫ്റ്റി എന്ന നില ഇത് എത്ര കണ്ടു. ഇപ്പം എൻക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പല ലെയർ കാണുമായിരിക്കാം. പക്ഷേ ഇതിനു മുൻപും പലപ്പോഴും ഈ എൻക്രിപ്ഷൻസിനെ ബ്രേക്ക് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതും പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡീക്രിപ്റ്റഡ് ഫോമിൽ നിങ്ങളുടെ ഒരു സെർവറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് കിടക്കുന്നതിനെ ആക്സസ് ചെയ്യാവുന്ന വിധത്തിൽ ഒരാൾ എൻക്രോച്ച് ചെയ്ത് അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ പ്രൊട്ടക്ഷൻ എനിക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ എത്ര കണ്ട് സ്ട്രോങ് ആണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ സ്ട്രോങ് ആണെങ്കിൽ തന്നെ നാളെ ഒരിക്കലും ഒരാൾ അതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്ന് കൂടായികയില്ല. നമുക്കറിയാലോ, ഈ ആൻറ്റിവൈറസൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ ആൻറ്റിവൈറസ് തരുന്ന ആൾക്കാർ അവരെന്താണ് ചെയ്യുന്നത്? ആൻറ്റിവൈറസ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അവർ അതിനെ കടന്നു കൂടുന്ന വേറൊരു വൈറസ് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്കിട്ട് പണി തരും. എന്നിട്ട് അത് വാങ്ങിക്കാനായിട്ട് നമ്മളോട് പറയും. എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ എൻക്രിപ്ഷനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ വരാവുന്ന സാധ്യതകളെ അപ്ഡേറ്റ് ചെയ്ത് അതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് അറിയാനായിട്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് കൗതുകമുണ്ട്. എന്തായാലും ഈ സംരംഭത്തിന് സർവ്വവിധ ആശംസകളും നേരുന്നു. നന്ദി. ഈ വിഷയത്തിൽ എനിക്കും ജെയിംസിനും എഴുത്തുകാരെന്നുള്ള നിലയിൽ, യൂസേഴ്സ് എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. എന്നാൽ ശ്രീറാം അങ്ങനെയല്ല. ശ്രീറാം നമ്മുടെ തിരുവനന്തപുരത്ത് പണ്ട് ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ടായിരുന്ന കാലത്തെ ലൈബ്രറിയനായിരുന്നു. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് ഇപ്പോൾ CDSലെ ലൈബ്രറിയനാണ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ. പ്രത്യേകിച്ചും ഈ രംഗത്തെ പുതിയ വികാസങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. സാങ്കേതിക വിദഗ്ധൻ കൂടിയാണ്, ലൈബ്രറിയൻ കൂടിയായ ശ്രീറാം ഈ വിഷയത്തിൻ്റെ എന്താണ് അഗ്രഗേറ്റഡ് പ്ലാറ്റ്ഫോമുകൾ, എന്താണ് അതിൻ്റെ സാധ്യതകൾ, എന്താണ് ഇതിനെക്കുറിച്ച് ശ്രീറാം സംസാരിക്കും. വരൂ സർ. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ സംഘാടകരോട് ആദ്യമേ ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ നന്ദി അറിയിക്കുന്നു. ഇതൊരു വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഈ അഗ്രിഗേഷൻ ഇപ്പം രാജശേഖരൻ സാറും ജെയിംസ് സാറും പറഞ്ഞു കഴിഞ്ഞു. അതായത് ഓരോ പ്രസാധകരും അല്ലെങ്കിൽ ഓരോ സ്രോതസ്സുകളുടെയും ഉടമകൾ സ്വന്തമായി ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഉപരി അഗ്രിഗേറ്റർ എന്ന് നമ്മൾ പറയുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഉടമ പല പ്രസാധകരുടെ അല്ലെങ്കിൽ പല ഉടമസ്ഥരുടെ സ്രോതസ്സുകൾ ചേർത്ത് ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് വളരെയധികം സാധ്യതകളുണ്ട്. നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ എപ്സ്കോ അല്ലെങ്കിൽ പ്രോക്വെസ് തുടങ്ങിയ അക്കാഡമിക് ആയിട്ടുള്ള തലത്തിൽ കുറേയധികം അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്. അവരവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ബുക്കുകൾ, ജേണലുകൾ എന്ന് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട വളരെയധികം സ്രോതസ്സുകൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗണത്തിൽ വരുന്ന ഒരു നൂതനമായ ഒരു സംരംഭമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇന്ന് ഇവിടെ ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട സ്പീക്കർ റിലീസ് ചെയ്ത് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊരു വളരെ വളരെ നൂതനമായ എന്നാൽ വളരെയേറെ സാധ്യതകളുള്ള ഒരു സംരംഭമാണ്. ഒരേ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ വളരെ വൈവിധ്യമാർന്ന ഒരു ശ്രേണി അവരിതിലൂടെ കൊടുത്തിട്ടുണ്ട്. കഥകൾ, കവിതകൾ, എന്നാൽ ഉപരിപഠനത്തിന് ആവശ്യമായ സ്രോതസ്സുകൾ,
കോമ്പറ്റീറ്റീവ് എക്സാംസ്, മത്സര പരീക്ഷകൾക്ക് വേണ്ട മാനുവലുകൾ തുടങ്ങി, അതായത് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം എടുത്താൽ, ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ തന്നെ ഈ 4 പേർക്കും ആവശ്യമുള്ള മെറ്റീരിയലുകൾ അവരിതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇപ്പോൾ എനിക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ തുടക്കത്തിൽ പഠനാവശ്യങ്ങൾക്കുള്ളത് ഉപയോഗിക്കുന്നു, അതിനുശേഷം എക്സ്ട്രാ റീഡിങ്ങിനുള്ളത് ഉപയോഗിക്കുന്നു, പിന്നീട് എൻ്റെ വിജ്ഞാനം വളർത്താനുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു, അതിനുശേഷം എൻ്റെ വിനോദ ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരോ പടിപടിയായി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ തരം സ്രോതസ്സുകളും, ജേണേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് എല്ലാം തന്നെ ഇതിലൂടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നത്. അതൊരു വളരെ നൂതനമായ, വളരെ സന്തോഷകരമായ ഒരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ നല്ല രീതിയിൽ വരട്ടെ എന്ന് അവരെ ആശംസിക്കുന്നു. ഡിജിറ്റൽ വായന, ഇപ്പം 2 പേരും വളരെ വിശദമായി തന്നെ അത് സംസാരിച്ച് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വളരെ ലീനിയറാണ് നമ്മൾ പുസ്തകം കയ്യിൽ എടുത്ത് വായിക്കുമ്പോൾ. ഞാൻ അതിനെ ഒട്ടും കുറച്ച് കാണുകയല്ല, ഞാനൊരു ലൈബ്രറിയനാണ്. സാറ് പറഞ്ഞ പോലെ അതിൻ്റേതായ ചില ഇമോഷൻസ് ഉണ്ട്. നമുക്ക് ഒരു പുസ്തകം, കടലാസിൽ അച്ചടിച്ച പുസ്തകം കയ്യിലെടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷനുണ്ട്. നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ഡിജിറ്റൽ വായനയെ നോക്കരുത്. അപ്പോൾ ചിലപ്പോൾ ആ ഇമോഷൻസ് ചിലപ്പോൾ ഇതിൽ കിട്ടിയില്ല എന്ന് വരും. പക്ഷേ ഡിജിറ്റൽ വായന അങ്ങനെ സാങ്കേതികമായി വളരെ ഡെപ്ത് ഉള്ളതൊന്നുമല്ല, അല്ലേ? ഇത് ഒരു 25 വർഷത്തോളമായി നമ്മുടെ മുൻപിലുണ്ട്. നമ്മളെല്ലാവരും തന്നെ ആദ്യം കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ച് തുടങ്ങി, പിന്നീട് ലാപ്ടോപ്പുകളിൽ ഉപയോഗിച്ചു, അതിനുശേഷം മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു, ഇപ്പം ടാബുകളിൽ ഉപയോഗിക്കുന്നു. ഇതിലെല്ലാത്തിലൂടെയും നമുക്ക് അറിവ് പകർന്ന് തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളെ നമ്മൾ ഉപയോഗിക്കുന്നതിനെ തന്നെയാണ് നമ്മൾ ഡിജിറ്റൽ വായന എന്നല്ല, നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. കാരണം അതിൽ അച്ചടിച്ച, അതായത് അക്ഷരങ്ങളെക്കാൾ ഉപരി മൾട്ടിമീഡിയ സോഴ്സസ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെടുന്നത്. അതായത് ഓഡിയോ, വീഡിയോ ആയിട്ടുള്ള സ്രോതസ്സുകൾ. സാറ് പറഞ്ഞതുപോലെ അതിനെ ഹൈപ്പർ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും. നമ്മളൊരു പുസ്തകം ഒരു ടാബിലൂടെ, ഒരു ആപ്ലിക്കേഷനിലൂടെ വായിക്കുമ്പോൾ അതിലെ ഹൈപ്പർ ലിങ്കുകൾ പ്രസ് ചെയ്ത് നമുക്ക് അതിലൂടെ അഡീഷണലായ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പം നമുക്ക് ലീനിയറായ ഒരു വായന, പുസ്തക വായന നമ്മൾ വായിക്കുന്നു, നമ്മൾ മലയാളത്തിലെ പുസ്തകം എടുത്തു വെച്ച് വായിക്കുന്നു. മറിച്ച് ഇപ്പം എനിക്ക് അറിയാത്തൊരു ഭാഷയിലെ ഒരു പുസ്തകം അത് വായിക്കണമെങ്കിൽ ഞാൻ ഒന്നുകിൽ പോയി ആ ഭാഷ പഠിച്ചിട്ട് വരണം, പ്രിൻ്റഡ് ബുക്കാണെങ്കിൽ. മറിച്ച് ഈ ബുക്കുകളിൽ നമ്മൾ ഡിജിറ്റൽ റീഡിംഗ് എന്ന് പറയുന്ന ഈ മേഖലയിൽ നമുക്ക് അതിനൊരു അഡീഷണൽ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ അറിയാത്തൊരു ഭാഷയിലെ ബുക്ക് എടുത്ത് വെച്ച് ഓപ്പൺ ചെയ്ത് നമുക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് അതിനെ മൊഴിമാറ്റി തരാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ലഭ്യമാണ്. അതിലൂടെ തന്നെ നമുക്ക്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വായന കൂടുതൽ ജനകീയമാകുകയാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൂടാതെ സാറ് പറഞ്ഞതുപോലെ പ്രിൻ്റഡ് ബുക്കിൽ നമ്മൾ വരയ്ക്കുന്നു, നോട്ടുകൾ എഴുതുന്നു, നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതി വയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഡിജിറ്റൽ റീഡിങ്ങിലും നമുക്ക് ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ, അതായത് അതിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് നോട്ട് ടേക്കിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി ജനറേറ്റ് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഈവൻ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഒരു 300 പേജുള്ള ബുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ സമയമില്ല, നമുക്കതിനൊരു സമ്മറി, ഒരു സംക്ഷിപ്തം അറിയണമെങ്കിൽ ഇതിനകത്തും അതിനുള്ള സാധ്യതകളുണ്ട്. ഡിജിറ്റൽ വായനയിൽ നമുക്കതിനെ പെട്ടെന്നൊരു 3 പേജുള്ള സമ്മറി ആയിട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സാങ്കേതികവിദ്യയും ലഭ്യമാണ് ഡിജിറ്റൽ റീഡിങ്ങിൽ. പെട്ടെന്നൊന്ന് അതിനെ വായിച്ചെടുക്കാൻ പറ്റും. ഇനി അഡീഷണലായിട്ട് ഇപ്പോൾ വായിക്കാൻ കാഴ്ച പരിമിതി ഉള്ളവർക്ക് ഒരു ഡിജിറ്റൽ റീഡിംഗ് ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനോട് വായിക്കാൻ കൽപ്പിക്കാം, അത് നമുക്ക് വേണ്ടി വായിച്ചു തരും, നമ്മൾ കേട്ടിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ റീഡിംഗ് അത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഒരു വലിയൊരു മുന്നേറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അക്കാഡമിക് രംഗത്തിലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 70-30 എന്നുള്ള ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. 70 പ്രിൻറ്റിംഗ് ആണെങ്കിൽ ഒരു 30 ഡിജിറ്റലായി കഴിഞ്ഞു. അത് ക്രമേണ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ പ്രൊക്യൂർമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50-50 എന്ന് എത്തിക്കഴിഞ്ഞു. 50% പണം നമ്മൾ ബഡ്ജറ്റ് ചിലവാക്കുന്നത് ഡിജിറ്റൽ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു അടുത്ത വരുന്ന കാലഘട്ടത്തിലെ പുതിയ ഒരു സാങ്കേതിക വിദ്യയാണ്. ഇത് വളരെ നല്ല രീതിയിലൊരു
ഒരു സംരംഭമായി തുടങ്ങിയ ഇവർക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. എനിക്ക് ഈ അവസരം തന്നതിന് ഒന്നുകൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ബുക്ക് പിക്സൽ ബുക്സ് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും ഇതങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ഇതെന്താണ് ഈ ബുക്ക്? നമ്മൾ PDF ഫോമിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, അതാണോ ഈ ബുക്ക്? ഈ പിക്സൽ ബുക്സിൻ്റെ സുധീർ മേനോൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് ഈ അഗ്രിഗേറ്ററിൻ്റെ പ്രാധാന്യം? ഇത് സാമാന്യ ജനത്തെ, അതായത് അക്കാഡമിക്സിനൊന്നുമല്ല, സാധാരണ വായനക്കാരന് എന്ത് പ്രയോജനം കിട്ടും? ഞങ്ങളുടെ കാശ് എങ്ങനെ കുറഞ്ഞിരിക്കും? ഞങ്ങൾക്ക് പൈസ കുറച്ച് പുസ്തകം വാങ്ങാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സുധീർ ഒന്ന് വിശദീകരിച്ചാൽ 4 മിനിറ്റ് നമുക്ക് ബാക്കിയുണ്ട്. ആ 4 മിനിറ്റ് വളരെ സർഗാത്മകം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കരുത്, സുധീറിനോട് തന്നെ ചോദിക്കണം എന്നൊരു, കാരണം അദ്ദേഹം സാങ്കേതിക വിദഗ്ധനാണ്, അദ്ദേഹം പറയും. വരും. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പലരും നമ്മൾ ഈ ആപ്ലിക്കേഷനുമായിട്ട് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇതിൻ്റെ സെക്യൂരിറ്റി എന്താണ്, ഞങ്ങളുടെ ബുക്ക് പുറത്തെവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് ഞാൻ പറയാം. നമ്മളിതിനകത്ത് പബ്ലിഷേഴ്സിനെ, പ്രസാധകരെയും അതുപോലെ തന്നെ റീറ്റെയിൽ യൂസേഴ്സിനെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ. അപ്പോൾ പബ്ലിഷേഴ്സിന് അവർക്ക് തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് തന്നെ അവരുടെ ബുക്ക് അവർക്ക് അപ്ലോഡ് ചെയ്യാം, അവർക്ക് അതിൻ്റെ പ്രൈസിങ് ഡിസൈഡ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. സാറ് ചോദിച്ചു പ്രൈസിങ്ങിൻ്റെ ഫാക്ടർ. പ്രൈസിങ് പബ്ലിഷറിന് തന്നെ ഡിസൈഡ് ചെയ്യാം എങ്ങനെയാണ് പ്രൈസിങ് വേണ്ടതെന്നുള്ളത്. അതും ചില പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും റെഫറൻസ് ടൈപ്പ് ബുക്സൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻറ്റിനാണെങ്കിൽ ആ ബുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു 5-10 പേജ് ആവശ്യം ഉണ്ടാവുള്ളൂ വായിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ആ ബുക്ക് അതേപടി മേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് റെൻറ്റ് ചെയ്യാം ആ ബുക്ക്. അവർക്ക് 30 ദിവസത്തേക്ക് ആ ബുക്ക് മേടിച്ചിട്ട് അവർക്ക് വായിക്കാം, അവരുടെ വേണ്ട കാര്യങ്ങൾ, നോട്ട്സോ കാര്യങ്ങളോ എന്താ വെച്ചാൽ എടുക്കാം. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സംബന്ധിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് തന്നെ ഒരു ഡിജിറ്റൽ ലൈബ്രറി ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ കുട്ടികൾക്ക് ബുക്ക് ലെൻഡ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ബുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാം, വായിക്കാം. അതിൽ നമ്മുടെ ഈ റീഡറിൽ തന്നെ ആ ബുക്കിൽ തന്നെ അവർക്ക് അവരുടെ കമൻസോ നോട്ട്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ കുറിച്ച് വയ്ക്കാം. ഈ ബുക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അവരൊരു 6 മാസം കഴിഞ്ഞ് തിരിച്ചെടുത്ത് കഴിഞ്ഞാലും ഈ കമൻസും നോട്ട്സും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് പരീക്ഷയുടെ സമയത്തൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൽ വരുന്ന പ്രധാന ചോദ്യം സെക്യൂരിറ്റിയുടെ കേസാണ്. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ബുക്ക് ഒരിക്കലും ഡൗൺലോഡ് ചെയ്യപ്പെടണില്ല. ഇത് എൻക്രിപ്റ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കോപ്പി ചെയ്യാനായിട്ടോ സ്ക്രീൻ റെക്കോർഡിങ്ങോ അതല്ലെങ്കിൽ ഡൗൺലോഡോ ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഡിജിറ്റൽ ഇ റീഡിംഗ് പ്ലാറ്റ്ഫോം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പ്രത്യേകിച്ച് സ്പെസിഫിക്കായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി തരാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പ്രിൻ്റ് ഇല്ല സർ, പ്രിൻ്റ് നമ്മൾ കൊടുക്കുന്നില്ല. അതിൻ്റെ റീസൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സെക്യൂരിറ്റിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, നമ്മൾ പ്രിൻറ്റിനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ഇതിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നില്ല. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ മേടിക്കുന്ന ബുക്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അല്ലാണ്ട് പ്ലാറ്റ്ഫോമിന് ആശ്രയിച്ച് നമുക്ക് വേറൊരു ചാർജ് ഇല്ല. മേടിക്കുന്ന ബുക്ക് നിങ്ങൾക്ക് മേടിക്കാം, വായിക്കാം, അതിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. അക്കൗണ്ട് ക്രിയേഷൻ ഒന്നും ചാർജ് ഒന്നുമില്ല, ഫ്രീ ആണ്. ഇത് ആൻഡ്രോയിഡിലും iOS-ലും 2 പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. വെബ് ത്രൂ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലില്ല, അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രസാധകൻ്റെ തീരുമാനമാണ് ഇത് എത്ര നാളത്തേക്ക് യൂസറിന് കൊടുക്കണം എന്നുള്ളത്. അത് ചില ഈ കോമ്പറ്റേറ്റീവ് ബുക്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് 1 വർഷത്തേക്ക് അത് ഉണ്ടാക്കാൻ അപ്ഡേഷൻ വരുന്നതുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം, ചിലപ്പോൾ 5 വർഷമായിരിക്കാം. അത്രയും കാലം നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ അത് ഉണ്ടാവും. എപ്പോഴും എടുത്ത് നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളുടെ ലൈബ്രറിയിൽ, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ലൈബ്രറിയിൽ ആ ബുക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും, അവൈലബിൾ ആയിരിക്കും. താങ്ക് യു. പിന്നെ നന്ദി പറയാനായിട്ട് പ്രേമിനെ വിളിച്ചു. സമയക്കുറവ് കൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ ഒരുമിച്ച്
ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ഈ കാര്യങ്ങളെല്ലാം കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്തതിനും എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.